അങ്ങനെ ആ ഒരു ദിവസം വന്നെത്തി. ഞാനും വൈഫും 2 മക്കളും കൂടി ആദ്യമായിട്ടൊരു ഇന്റർനാഷണൽ ട്രിപ്പിന് പോവുകയാണ്. ദോഹയിൽ നിന്നും തായ്ലൻഡിലേക്കാണ് ആ ട്രിപ്പ്. 11 ദിവസത്തെ ട്രിപ്പാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിനിടയിൽ അവിടെ കുറച്ച് ഒഫീഷ്യൽ കാര്യങ്ങൾ കൂടി ഉണ്ട്. വൈകിട്ട് 4 മണിക്ക് ഞങ്ങൾ 4 പേരും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി. എയർപോർട്ടിലേക്ക് ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരാഴ്ച മുമ്പാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ട്രിപ്പ് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ ചെറിയ സമയത്തിനുള്ളിൽ എല്ലാം പ്ലാൻ ചെയ്യേണ്ടി വന്നു. കറക്റ്റ് സമയത്ത് തന്നെ ഊബർ എത്തി. സുസുക്കി എയർടാഗ ഊബർ എക്സലാണ് ഞാൻ ബുക്ക് ചെയ്തത്. ഞങ്ങൾക്ക് കാര്യമായിട്ടുള്ള ലഗേജ് ഒന്നും ഉണ്ടായിരുന്നില്ല. 4 പേർക്കും ഹാൻഡ് ബാഗേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലഗേജ് എല്ലാം വണ്ടിയിൽ കയറ്റി ഞങ്ങൾ എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു. വൺസ് അഗൈൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വേർഡ് ടു ഫ്രീക്ക്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനൽ വേർഡ് ടു ഫ്രീക്കിലേക്ക് സ്വാഗതം. നമ്മളൊരു യാത്ര പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നിടത്ത് ബഡ്ജറ്റ് നിൽക്കില്ല. മാത്രമല്ല ഒരുപാട് സമയം വേസ്റ്റ് ആവുകയും ചെയ്യും. ഞങ്ങളൊരു പ്ലാനർ തയ്യാറാക്കിയാണ് ഈ യാത്ര തുടങ്ങിയത്. ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളും അതിനായി ചെലവാക്കേണ്ട തുകയും കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതി സൂക്ഷിച്ചിരുന്നു. ഇതിനായിട്ട് 2 ദിവസം ഞങ്ങൾ യൂട്യൂബിൽ ഒരുപാട് തായ്ലൻഡ് വ്ളോഗ്സ് ഒക്കെ കണ്ട് കുറേ ടിപ്സൊക്കെ മനസ്സിലാക്കിയിരുന്നു. ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടത് ഒരു ഹാപ്പി ഫാമിലി ചാനലും അതുപോലെ തന്നെ ഷെറിൻ വ്ളോഗ് ചാനലുമാണ്. ഗേറ്റ് നമ്പർ 1, 2, 3 എല്ലാം ഖത്തർ എയർവേസിന്റെ ടെർമിനൽ ഗേറ്റ് ആണ്. ഗേറ്റ് നമ്പർ 4 ബാക്കിയുള്ള എല്ലാ എയർലൈൻസിന്റെ ഗേറ്റും. പതിനഞ്ച് മിനിറ്റിനുള്ളിൽ വീട്ടിൽ നിന്ന് ഞങ്ങൾ എയർപോർട്ടിലെത്തി. ഖത്തർ എയർവേസ് ആയിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന ഫ്ലൈറ്റ്. ദോഹ ടു ബാങ്കോക്ക്. ദോഹയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഖത്തർ എയർവേസ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ 2ാം നമ്പർ ഗേറ്റിലാണ് ഇറങ്ങിയത്. വണ്ടിയിൽ നിന്ന് ലഗേജ് എല്ലാം എടുത്ത് എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് നടന്നു. എയർപോർട്ടിൽ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഹാൻഡ് ബാഗേജ് മാത്രം ഉണ്ടായിരുന്നതുകൊണ്ട് ബോർഡിംഗ് പാസ് സെൽഫ് സർവീസ് മെഷീനിൽ നിന്ന് എടുത്തു. എമിഗ്രേഷൻ ഏരിയ ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് അത് ഷൂട്ട് ചെയ്യുന്നില്ല. എമിഗ്രേഷൻ കഴിഞ്ഞ് ഞങ്ങൾ ഷോപ്പിംഗ് ഏരിയയിലേക്ക് നടന്നു. ഇവിടെ വന്നപ്പോൾ കുറച്ച് തിരക്കൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. താഴേക്ക് ഇറങ്ങിയ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഈ കാണുന്ന വലിയ ഡോൾ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ആണ്. നല്ലൊരു ഫോട്ടോ സ്പോട്ട് ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വെറും $1 എയർപോർട്ട് ലോഞ്ച് യൂസ് ചെയ്യാനും അവിടെ നിന്ന് ബുഫെ കഴിക്കാനുള്ള ഓപ്ഷൻ ലോകത്തിലെ ഒരുവിധം എല്ലാ എയർപോർട്ടുകളിലും ഉണ്ട്. ഞങ്ങൾ ആദ്യം മുറിക്സ് ലോഞ്ചിലേക്കാണ് പോയത്. പക്ഷേ എൻ്റെ കയ്യിലുണ്ടായിരുന്ന 2 കാർഡുകൾ അവിടെ ആക്സെപ്റ്റ് ചെയ്യില്ലായിരുന്നു. എയർപോർട്ട് ലോഞ്ച് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാനിവിടെ പറയാം. ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഒരാൾക്ക് മാത്രമേ ലോഞ്ച് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. എല്ലാ ബാങ്കിൻ്റെയും എല്ലാ കാർഡുകളും എല്ലാ ലോഞ്ചിലും ഉപയോഗിക്കാൻ കഴിയണമെന്നില്ല. നമ്മുടെ കാർഡ് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് ഉറപ്പുവരുത്താവുന്നതാണ്. എൻ്റെ കയ്യിൽ 4 ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നു. 3 ഖത്തറിലെയും 1 നാട്ടിലെയും. എന്നാൽ ഒറിക്സ് ലോഞ്ചിൽ 2 കാർഡുകൾ മാത്രമേ ആക്സെപ്റ്റ് ആയതുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നും മടങ്ങി. കാർഡ് ഇല്ലാത്തവർക്ക് കാർഡ് ഉള്ള ആളുകളുടെ ഗസ്റ്റായി പോകാവുന്നതാണ്. എന്നാൽ ഗസ്റ്റിന് ഫുഡ് ചാർജബിൾ ആയിരിക്കും. $32 മുതൽ $60 വരെ ഏകദേശം ഒരാൾക്ക് കൊടുക്കേണ്ടി വരും. ഒറിക്സ് ലോഞ്ചിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ അൽമഹ ലോഞ്ചും ഉണ്ട്. അവിടെ എൻ്റെ കയ്യിലുള്ള എല്ലാ കാർഡുകളും ഓക്കെ ആണെന്ന് അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ അൽമഹ ലോഞ്ചിലേക്ക് പോകാൻ തീരുമാനിച്ചു.
ഞങ്ങൾ അൽമാഹ ലോഞ്ചിലെത്തുമ്പോൾ അവിടെ വലിയൊരു ക്യൂ തന്നെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഏകദേശം ഒരു 10-15 മിനിറ്റോളം ക്യൂവിൽ നിന്നിട്ടാണ് ഞങ്ങൾക്ക് അകത്തോട്ട് കയറാൻ കഴിഞ്ഞത്. ഞങ്ങൾ ഉള്ളിൽ കയറി ഭക്ഷണ പരിപാടികൾ ആരംഭിച്ചു. സീറ്റുകളൊക്കെ ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു. 4 പേർക്കും ഒരുമിച്ച് സീറ്റ് കിട്ടാനായി കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. സമയം വൈകിട്ട് 6 മണി. ബുഫേ അത്ര ഹെവി ആയിരുന്നില്ല. ലഞ്ചിൻ്റെയും ഡിന്നറിൻ്റെയും ഇട സമയമായതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള മെനു ആയിരുന്നു ബുഫേയിലുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല തിരക്ക് ഇപ്പോഴും ഉണ്ട്. സീറ്റുകളെല്ലാം ഒരുവിധം ഫുള്ളാണ്. ഭക്ഷണമെല്ലാം നല്ല ടേസ്റ്റിയാണ്. ഇവിടെ നല്ല മഫിൻസ്, സ്വീറ്റ്സ്, പൈനാപ്പിൾ ജ്യൂസ് എല്ലാം ഉണ്ട്. ഇതാണ് സ്ലീപ്പിംഗ് ഏരിയ. അതുപോലെ തന്നെ ഇവിടെ സ്മോക്കിംഗ് ഏരിയ ഉണ്ട്. ഇവിടെ കുറച്ച് ആളുകൾ കിടന്നുറങ്ങുന്നത് നമുക്ക് കാണാം. ഈ ഭാഗത്താണ് വാഷ്റൂം ഉള്ളത്. അതിനടുത്ത് ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് വലിയ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതാണ് മെൻസ് ടോയ്ലറ്റ്. നല്ല ഭംഗിയും വൃത്തിയുള്ളതാണ്. ഞങ്ങളുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു. പുറത്തേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. അവിടെ നിന്ന് ബാഗെല്ലാം എടുത്ത് ഞങ്ങൾ ഇറങ്ങി. അപ്പോഴാണ് റിസപ്ഷന്റെ സൈഡിൽ അൽമാഹ ലോഞ്ചിന്റെ വേറൊരു ഭാഗം നമ്മൾ കണ്ടത്. ഇവിടെ ഭയങ്കര കോമൺ ക്വയറ്റാണ്. നിങ്ങൾ വരികയാണെങ്കിൽ ഈ ഭാഗം എടുത്താൽ മതി. ഈ ഭാഗം അധികം ആളുകൾക്ക് പെട്ടെന്ന് കാണാൻ കഴിയാത്തതുകൊണ്ട് ഇവിടെ ഒട്ടും തിരക്ക് കാണുന്നില്ല. സീറ്റുകളൊക്കെ ഒന്നുകൂടി കംഫർട്ടബിൾ ആണ്. ഫുഡെല്ലാം സെയിം ആണ്. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഗേറ്റിലേക്ക് പോവുകയാണ്. ഇപ്പോഴും തിരക്കിനൊരു കുറവുമില്ല. ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഒരു ഗ്രീനറി ഏരിയ ഉണ്ട്. അതുകൂടി കണ്ടിട്ട് വേണം നമുക്ക് ഗേറ്റിലേക്ക് പോകാൻ. ഖത്തർ ഡ്യൂട്ടി ഫ്രീയുടെ ലക്കി ഡ്രോ കൂപ്പൺ കൗണ്ടറാണ് ഈ കാണുന്നത്.
ഗേറ്റിലേക്ക് ഒരുപാട് ദൂരം ഉള്ളതിനാൽ മുകളിൽ നിന്നും വേണമെങ്കിൽ നമുക്ക് ട്രെയിൻ ഉപയോഗിക്കാം. ഓരോ 3 മിനിറ്റിലും ട്രെയിൻ ഉണ്ട്. വെറും ഒരു കമ്പാർട്ട്മെന്റ് മാത്രമുള്ള ചെറിയൊരു ഗ്ലാസ് റൂം മോഡലായിരുന്നു ട്രെയിനോ. സീറ്റിംഗ് ഒക്കെ നല്ല കംഫർട്ടബിൾ ആണ്. ട്രെയിൻ ഇറങ്ങി ഞങ്ങൾ നേരെ ഓർക്കിഡിലെത്തി. ഇനി ഇവിടുത്തെ വിശേഷങ്ങൾ നോക്കാം. ഇതാണ് ഓർക്കിഡിലേക്ക് ഇറങ്ങുന്ന ഭാഗം. ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്. എല്ലാം ബ്രാൻഡഡ് ഷോപ്സ് ആണ്. ടിഫാനി, ഒമേഗ, ബോസ്, അങ്ങനെ ഒരുപാട് ബ്രാൻഡ് ഷോപ്പുകൾ നമുക്കിവിടെ കാണാം. ലൂയിസ് വിട്ടന്റെ നേരത്തെ അവിടെ കണ്ടത് കൂടാതെ ഇവിടെയും ഒരു ഷോപ്പുണ്ട്. ഇനി നമുക്ക് താഴോട്ട് ഇറങ്ങാം. ഇതാണ് ഖത്തർ എയർപോർട്ടിനുള്ളിലെ ഇൻഡോർ ട്രോപ്പിക്കൽ ഗാർഡൻ ഓർക്കിഡ്. ഇതിന്റെ മുകളിൽ കേർവ്ഡ് ഗ്ലാസ് റൂഫാണ് കൊടുത്തിട്ടുള്ളത്. ഇന്റർനാഷണൽ പാസഞ്ചേഴ്സിന് മാത്രമേ ഇവിടെ വിസിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒറിജിനൽ ചെടികളും മരങ്ങളുമാണ് ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ 30 സ്പീഷീസിലുള്ള 300 മരങ്ങളും 90 സ്പീഷീസിലുള്ള 25,000 ചെടികളും ഉണ്ട് എന്നാണ് പറയുന്നത്. ഇതെല്ലാം സിംഗപ്പൂർ, മലേഷ്യ, തായ്ലൻഡ് എന്നിവിടങ്ങളിലെ കാടുകളിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇതിനുള്ളിൽ ഒരു വാക്കിംഗ് ബ്രിഡ്ജ് കൂടെ ഉണ്ട്. ഒരു കാടിനുള്ളിലൂടെ നടക്കുന്ന പോലെ തന്നെ ഉണ്ട്. ഇവിടെ മുകളിലെ ബ്രിഡ്ജിലേക്ക് പോകാനായിട്ട് സ്റ്റെപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. താഴത്തെ കാഴ്ചകൾ മുഴുവൻ കണ്ടതിന് ശേഷം നമുക്ക് മുകളിലേക്ക് പോകാം. ഒരുപാട് ട്രാവലേഴ്സ് ഇവിടെ വിശ്രമിക്കുന്നുണ്ട്. മരത്തടി പോലുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ് ഇവിടെ ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത്. മെയിൻ്റനൻസിന് വേണ്ടി ഈ ഒരു ഭാഗം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പകൽ സമയങ്ങളിൽ സൺലൈറ്റ് കിട്ടാനായി ഇവിടെ ഇങ്ങനെ ഗ്ലാസ് കൊണ്ട് ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ബിൽഡിംഗ് മേൽ ഒരുപാട് സൈൻ ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല വൃത്തിയിൽ ടൈൽസ് പാകിയ ഫ്ലോറിംഗ് ആണ് ഇവിടെ. ഈ ഭാഗത്ത് കുറെ വുഡൻ ഹട്ടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലൊക്കെ ആളുകൾക്ക് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളുമുണ്ട്. ഒരുപാട് ട്രാൻസിസ്റ്റ് പാസഞ്ചേഴ്സ് ഇവിടെ അതിലൊക്കെ വിശ്രമിക്കുന്നുണ്ട്. ഇവിടെ തൊട്ടടുത്ത് ഒരു ലേഡി എക്സസൈസ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇരിക്കാനുള്ളത് കൂടുതലും മരത്തടിയുടെ മോഡലിലാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇതാണ് വാക്കിംഗ് ബ്രിഡ്ജ്. ഇത് മുകളിലെ ഫ്ലോറുമായിട്ട് കണക്റ്റഡ് ആണ്. നമുക്ക് മുകളിൽ നിന്ന് ഇതിലേക്ക് കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം.
വൈഫും മക്കളും ഈ കാഴ്ചകളൊക്കെ കണ്ട് പല വഴിക്കായി സ്പ്ലിറ്റായി പോയിട്ടുണ്ട്. ഇനി അവരെ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നതാണ് അടുത്ത ടാസ്ക്. എൻ്റെ പോലെ തന്നെ ഒരാൾ മുന്നിൽ ഷൂട്ട് ചെയ്ത് നടന്നു പോകുന്നുണ്ട്. ഏകദേശം 1 മണിക്കൂർ നമ്മൾ ഇവിടെ ചെലവഴിച്ചു. ഇനി മുകളിലെ സ്കൈ വാക്ക് കൂടി കണ്ടിട്ട് നമുക്ക് ഗേറ്റിലേക്ക് പോകാം. മുകളിലേക്കുള്ള ലിഫ്റ്റ് കുറച്ച് അപ്പുറത്താണ്. ഇനി അവിടേക്ക് പോകണം ആദ്യം. മുകളിലെത്തി ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളുടെ അടുത്തുകൂടി ഞങ്ങൾ ബ്രിഡ്ജിലേക്ക് നടന്നു. ഇവിടെയും എന്തോ മെയിൻ്റനൻസ് ഒക്കെ നടക്കുന്നുണ്ട്. ഇവിടെ നിന്നുള്ള താഴത്തെ വ്യൂ അടിപൊളിയാണ്. ഇതൊക്കെ ഒരു എയർപോർട്ടിന്റെ ഉള്ളിലാണെന്ന് നമുക്ക് തോന്നുകയില്ല. ഇവിടെ കിളികളുടെയും അതുപോലെ തന്നെ വെള്ളം ഒഴുകുന്നതിൻ്റെ ഒക്കെ സൗണ്ട് നമുക്ക് കേൾക്കാൻ കഴിയും. കിളികളൊന്നും കാണാൻ കഴിയുന്നില്ല, പക്ഷെ ഒരു വാട്ടർ ഫൗണ്ടൻ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഗേറ്റിലേക്ക് പോവുകയാണ്. എപ്പോൾ നാട്ടിൽ പോകുമ്പോഴും ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ് ഗേറ്റിലെത്തുക. ഇപ്രാവശ്യം അങ്ങനെ വേണ്ട എന്ന് നേരത്തെ തന്നെ വൈഫ് പറഞ്ഞിരുന്നു. പക്ഷെ വീണ്ടും പഴയ പോലെ തന്നെ ആയിട്ടുണ്ട്. ഇനി ഗേറ്റ് എവിടെയെന്ന് കണ്ടുപിടിക്കണം. ഒടുവിൽ ഞങ്ങൾ ഗേറ്റിലെത്തി. ഒരുവിധം എല്ലാ പാസഞ്ചേഴ്സും ഫ്ലൈറ്റിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. ഫൈനൽ ചെക്കിങ് കഴിഞ്ഞ് ഇനി ബസ്സിൽ ഫ്ലൈറ്റിലേക്ക് പോവുകയാണ്. നമ്മളെപ്പോലെ കുറച്ച് ആളുകൾ ഇവിടെ വെയിറ്റിങ്ങിലുണ്ട്. ഞങ്ങളങ്ങനെ ബസ്സിലേക്ക് പോവുകയാണ്. അധികം ആളുകളില്ല ഉള്ളിൽ. അല്പസമയം കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി ആളുകൾ വന്നു.
ബസ്സിനുള്ളിൽ കുറച്ച് മലയാളികളടക്കം കുറച്ച് ഇന്ത്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അല്പസമയത്തിനുള്ളിൽ ബസ് ഫ്ലൈറ്റിനടുത്തേക്ക് നീങ്ങി തുടങ്ങി. ഖത്തർ എയർവേസിന്റെ ഫ്ലൈറ്റുകൾ നിരനിരയായി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒടുവിൽ ഞങ്ങളുടെ ഫ്ലൈറ്റിന്റെ അടുക്കൽ ബസ് നിർത്തി. ആളുകൾ ബസ്സിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങി. പുറത്ത് അസാമാന്യ ചൂടായിരുന്നു. എങ്ങനെയെങ്കിലും ഫ്ലൈറ്റിന്റെ ഉള്ളിലോട്ട് ഒന്ന് കയറിയാൽ മതിയെന്നായി. എഞ്ചിന്റെ വളരെ അടുത്താണ് സ്റ്റെയർ കേസുകൾ ഉണ്ടായിരുന്നത്. ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് ഒരു ഫ്ലൈറ്റിന്റെ എഞ്ചിൻ ഞാൻ കാണുന്നത്. സ്റ്റെപ്പ് കയറി ഞങ്ങൾ ഫ്ലൈറ്റിനുള്ളിൽ എത്തി. അപ്പോഴാണ് ആ സത്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. ഖത്തർ എയർവേസിന്റെ AC വർക്ക് ചെയ്യുന്നില്ല. ആളുകളെല്ലാം കയ്യിൽ കിട്ടിയ സാധനങ്ങൾ കൊണ്ട് വീശിക്കൊണ്ടിരിക്കുന്നു. ഞാനാണെങ്കിൽ ആകെ വേർത്ത് കുളിച്ചു. ഞങ്ങളുടെ സീറ്റ് ഏറ്റവും ബാക്കിലായിരുന്നു. ചൂട് ഒരു കുറവുമില്ല. എയർ ഹോസ്റ്റേഴ്സിനോട് ചോദിച്ചപ്പോൾ ടേക്ക് ഓഫ് ചെയ്താൽ ശരിയാവും എന്ന് പറഞ്ഞു. ഡോറ് തുറന്നു വെച്ചിരിക്കുന്ന കാരണം പുറത്തെ ചൂട് ഉള്ളിലേക്ക് കയറുന്നതാണ് പ്രശ്നം. ഡോറ് ക്ലോസ് ചെയ്താൽ തണുപ്പ് ശരിയാവുമെന്നും പറഞ്ഞു. കൃത്യം 8:30 തന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. അബുദാബിയുടെയും മസ്കത്തിന്റെയും പിന്നെ നമ്മുടെ ഇന്ത്യയുടെയും മുകളിലൂടെയാണ് ഫ്ലൈറ്റ് പറക്കുന്നത്. സീറ്റിലെ സ്ക്രീനിൽ റൂട്ട് മാപ്പ് കൃത്യമായി കാണിക്കുന്നുണ്ടായിരുന്നു. ഫ്ലൈറ്റിൽ നിന്നും ഖത്തറിന്റെ രാത്രി വ്യൂ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ആകെ 7.5 മണിക്കൂറാണ് ബാങ്കോക്കിലേക്കുള്ള ഫ്ലൈയിങ് ടൈം. ഞാനും ചെന്നു ഇരിക്കുന്നതിന്റെ പിന്നിലെ 2 സീറ്റിലാണ് സാദും റസും ഇരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ എയർ ഹോസ്റ്റസ് രാത്രിയിലെ ഭക്ഷണം കൊണ്ടുവന്നു തന്നു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫ്ലൈറ്റ് ഇന്ത്യൻ ടെറിട്ടറിയിലേക്ക് കടന്നു. ഗുജറാത്തിന്റെ മുകളിലൂടെയാണ് ഇപ്പോൾ പറക്കുന്നത്. ആറ് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആകാശത്ത് സൂര്യൻ ഉദിക്കുന്നത് കാണാനായി. ഫ്ലൈറ്റ് ഇപ്പോൾ തായ്ലൻഡ് ടെറിട്ടറിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അടുത്ത 1 മണിക്കൂറിനുള്ളിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമെന്ന അനൗൺസ്മെന്റ് വന്നു. മേഘങ്ങൾക്ക് മുകളിലൂടെ ഫ്ലൈറ്റ് കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്നു. ഫ്ലൈറ്റിന്റെ ഉള്ളിലൊക്കെ വെളിച്ചം വന്നു തുടങ്ങി. ആളുകളൊക്കെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ടിരുന്നു. താഴെ തായ്ലൻഡിലെ ദൃശ്യങ്ങൾ ക്ലിയറായി കാണാൻ സാധിക്കുന്നുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. പുറത്തെ ഹ്യൂമിഡിറ്റി കാരണം ഞങ്ങൾക്ക് കാഴ്ചകളൊന്നും കാണാൻ സാധിച്ചില്ല. ആളുകളൊക്കെ ഫ്ലൈറ്റിൽ നിന്നും ഇറങ്ങാനുള്ള പുറപ്പാടിലാണ്. ഞങ്ങളും സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തേക്ക് നടക്കുകയാണ്. ഈ കാണുന്നത് ബിസിനസ് ക്ലാസ് ആണ്. അതിലൂടെ നടന്നിട്ട് വേണം നമുക്ക് പുറത്ത് കിടക്കാൻ.
പറഞ്ഞ പോലെ തന്നെ AC പ്രോബും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത അല്പസമയത്തിൽ തന്നെ ഓക്കെ ആയി. അവിടെ കുറിച്ച് അറബിക് വ്ളോഗേഴ്സ് എന്നോട് ഹായ് ഒക്കെ പറഞ്ഞു. സാദു റസൊക്കെ പിന്നാലെ വരുന്നുണ്ട്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വിശേഷങ്ങൾ വരും എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ആ ഷെയർ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.